ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഭാരതത്തെ ശക്തിപ്പെടുത്തുന്നതിൽ യുവജനങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. കർഷക ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ 25,000 മെട്രിക് ടൺ അരി കൂടി വിപണിയിൽ എത്തിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷത്തിന് തുടക്കമായതോടെ കേരളം ഓണലഹരിയിലേക്ക്. നാളെ ചിങ്ങം 1. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. ഭാരതത്തിന്റെ യഥാർത്ഥ ശക്തി ജനങ്ങളാണെന്നും യുവാക്കൾ ഇതിൽ മുഖ്യ പങ്കുവഹിക്കുന്നതായും ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. ചെന്നൈക്കടുത്ത് ചെങ്കൽപ്പേട്ടിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 22ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഉപരാഷ്ട്രപതി ഇന്ന് രാവിലെ തമിഴ്നാട്ടിൽ എത്തിയത്. നാളെയും സംസ്ഥാനത്തെ വിവിധ പരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. 2047ഓടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരുടെ ശാക്തീകരണം അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജസ്ഥാനിലെ അൽവറിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായും ശ്രീ അമിത്ഷാ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ AI നിർമ്മിത വീഡിയോ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. റഫാൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുമെന്ന് രാഷ്ട്രപതി പ്രസ്താവന നടത്തുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് വില ഉയരുന്ന സാഹചര്യമുണ്ടായാൽ 25,000 മെട്രിക് ടൺ അരി കൂടി വിപണിയിലെത്തിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് സർക്കാർ കത്തയച്ചു. ഓണക്കാലത്തെ വില നിയന്ത്രണം ലക്ഷ്യമിട്ട് ആവശ്യത്തിന് അരിയും ഗോതമ്പും എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഓണക്കാലത്ത് റേഷൻ അരിയുടെ വില 10 രൂപ 90 പൈസയിൽ നിന്ന് 26 രൂപയാക്കിയെന്ന പ്രചാരണം തെറ്റാണെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പരിശോധനകൾ ഊർജിതമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഓണസദ്യയും ഭക്ഷണപ്പൊതികളും വിതരണം ചെയ്യുന്ന സംരംഭങ്ങളിലും പരിശോധന നടത്തും. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഭൌമസൂചിക പദവിയിലൂടെ ശ്രദ്ധേയമായ മറയൂർ ശർക്കരയുടെ തനിമ ചോരാതെ ഉൽപ്പാദിപ്പിക്കുന്നതിനായി കേരളത്തിലെ ഏറ്റവും വലിയ ആധുനിക ശർക്കര ഫാക്ടറി യാഥാർത്ഥ്യമായി. മറയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നബാർഡിന്റെ ധനസഹായത്തോടെയാണ് ഫാക്ടറിയുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. പൂർണ്ണമായും സോളാർ ഊർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഫാക്ടറി നിലവിൽ സഞ്ചാരികളുടെയും പ്രധാന ആകർഷണ കേന്ദ്രമാണ്. കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന കരിമ്പ് കഴുകി വൃത്തിയാക്കി അത്യാധുനിക യന്ത്രങ്ങളിലൂടെ സംസ്കരിച്ചാണ് ശർക്കരയും ശർക്കരപ്പൊടിയും തയ്യാറാക്കുന്നത്. പ്രതിസന്ധികൾ കാരണം ചുരുങ്ങിപ്പോയ മറയൂരിലെ പരമ്പരാഗത കരിമ്പ് കൃഷിയെ വീണ്ടെടുക്കുക എന്ന വലിയ ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. തനത് ശർക്കരയുടെ വിപണി മൂല്യം ഉയർത്തുന്നതിനൊപ്പം കർഷകർക്ക് അർഹമായ വരുമാനം ഉറപ്പാക്കാനും ഈ സംരംഭം സഹായിക്കും. കർഷകർക്ക് മികച്ച പിന്തുണ നൽകുന്ന ഈ ആധുനിക ഫാക്ടറി മറയൂർ ശർക്കരയുടെ പ്രതാപം വീണ്ടെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ നികുതി അടയ്ക്കാതെ സർവീസ് നടത്തുന്ന അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി, അങ്കമാലി, പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നടത്തിയ മിന്നൽ പരിശോധനയിൽ 72 വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. 1 കോടിയിലേറെ രൂപ നികുതി ഇനത്തിൽ ഈടാക്കുന്നതിന് നോട്ടീസ് നൽകുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസണിനായി ഒരുങ്ങി തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. ഈ മാസം 20 മുതൽ സെപ്റ്റംബർ 5 വരെയാണ് ടൂർണമെന്റ് നടക്കുക. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
KCLനും അതിനു പിന്നാലെ നടക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങൾക്കും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ട് 2.5 മാസത്തോളം മുൻപ് തുടങ്ങിയ ജോലികളാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. KCLനായി 5 പിച്ചുകളാണ് കഴിഞ്ഞ തവണ തയ്യാറാക്കിയതെങ്കിൽ ഇത്തവണ 6 പിച്ചുകളുണ്ട്. കർണാടകയിലെ മാണ്ടിയിൽ നിന്ന് പ്രത്യേകമായി എത്തിച്ച ഗുണനിലവാരമുള്ള മണ്ണ് ഉപയോഗിച്ചാണ് പ്രധാന പിച്ചുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മത്സരത്തിനിടയിൽ മഴ വില്ലനായി എത്തിയാൽ പോലും ക്രിക്കറ്റ് പ്രേമികൾക്ക് നിരാശരാകേണ്ടതില്ല. മഴ പെയ്തു തോർന്ന് വെറും അരമണിക്കൂറിനുള്ളിൽ കളി പുനരാരംഭിക്കാൻ ശേഷിയുള്ള അത്യാധുനിക ഡ്രെയിനേജ് സംവിധാനമാണ് സജ്ജമാക്കിയിരിക്കുന്നത്. നെതർലാൻഡ്സിൽ നടക്കുന്ന വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇഡി നട തുറന്ന് ദീപം തെളിച്ചു. ശേഷം ആഴിയിൽ അഗ്നി പകർന്നതോടെ തീർത്ഥാടകർക്ക് 18ാം പടി കയറാൻ അനുമതി ലഭിച്ചു. വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷത്തിന് തുടക്കമായതോടെ കേരളം ഓണ ലഹരിയിലേക്ക്. നാളെ ചിങ്ങം 1. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന അത്തച്ചമയ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തി. നടൻ ജഗദീഷ് വിശിഷ്ടാതിഥിയായിരുന്നു. സംസ്ഥാന കർഷക ദിനാഘോഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നാളെ എറണാകുളം കളമശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യും. കൃഷിമന്ത്രി ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സംസ്ഥാന കർഷക അവാർഡുകൾ വിതരണം ചെയ്യും. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സംഗീത കച്ചേരി നാളെ നടക്കും. വിമൻസ് കോളേജ് സംഗീത വിഭാഗത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടി രാവിലെ 10 മണിക്ക് സംഗീതജ്ഞ ലളിത ഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി AG ബൈജു, പ്രോഗ്രാം മേധാവി PA ബിജു, വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ചിത്ര ത്രിവിക്രമൻ നായർ തുടങ്ങിയവർ പങ്കെടുക്കും. കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ജില്ലാതല ഓണച്ചന്ത കണ്ണൂർ ചൊവ്വയിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി KM ഷാജി നിർവഹിച്ചു. 13 ഇനം നിത്യോപയോഗ സാധനങ്ങളാണ് സർക്കാർ സബ്സിഡിയോടെ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയിലൂടെ നൽകുന്നത്. പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരതത്തെ ശക്തിപ്പെടുത്തുന്നതിൽ യുവജനങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കർഷക ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ 25,000 മെട്രിക് ടൺ അരി കൂടി വിപണിയിലെത്തിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷത്തിന് തുടക്കമായതോടെ കേരളം ഓണ ലഹരിയിലേക്ക്. നാളെ ചിങ്ങം 1. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.